ഹായ് ഓൾ, ഏണസ്റ്റ് അക്കാഡമി മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഒരു നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആണ്. ജൂനിയർ ഇൻസ്ട്രക്ടർ മെക്കാനിക് ഡീസൽ. അതാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ്റെ പോസ്റ്റിൻ്റെ പേര്. ഇത് കാറ്റഗറി നമ്പർ പറയുന്നത് 658/2023 ആണ്. ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു പോസ്റ്റാണ്. ഓക്കെ, കാറ്റഗറി നമ്പർ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, 658/2023 ആണെന്ന്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻസ് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഒന്നെന്ന് പറയുന്നത് SSLC ആണ്, അല്ലെങ്കിൽ അതിൻ്റെ ഇക്വലൻ്റ് അതാണ് പറയുന്നത്. രണ്ടാമത്തെ ക്വാളിഫിക്കേഷൻ വേണ്ടിയത് NTC നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ്, അതും അതിൻ്റെ കൂടെ തന്നെ 3 ഇയർ എക്സ്പീരിയൻസും വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം NTC വേണം ആ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട്. ഇപ്പം മെക്കാനിക് ഡീസലാണ്, ഈ മെക്കാനിക് ഡീസലിൻ്റെ ട്രേഡ് എന്ന് പറയുന്നത് മെക്കാനിക് ഡീസലാണ്. അപ്പോൾ ആ ട്രേഡുമായി ബന്ധപ്പെട്ട 3 ഇയർ എക്സ്പീരിയൻസും ആവശ്യമാണ്. ഇത് കൂടാതെ NAC വേണം. ഓക്കെ, അതും ഈ പറയുന്ന ട്രേഡുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതിൻ്റെ അകത്ത് 1 ഇയർ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. സർട്ടിഫിക്കറ്റ് ഒബ്റ്റെയിൻ ചെയ്ത ശേഷമുള്ള 1 ഇയർ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. ഇനി മൂന്നാമത്തെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിപ്ലോമ ഇൻ അപ്രോപ്രിയേറ്റ് ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ് ഫ്രം എ ഗവൺമെൻറ് ഓർ ഗവൺമെൻറ് റെക്കഗ്നൈസ്ഡ് പോളിടെക്നിക് ഓർ ഇറ്റ്സ് ഇക്വലൻ്റ് ക്വാളിഫിക്കേഷൻ. അപ്പോൾ പോളിടെക്നിക് ഡിപ്ലോമയാണ് പറഞ്ഞേക്കുന്നത്. അതും ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ബ്രാഞ്ചസ്, മെക്കാനിക്കൽ, ഓട്ടോമൊബൈൽ, അങ്ങനെയുള്ള ബ്രാഞ്ചസിനൊക്കെ ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 37,400 to 79,000 ആണ് സ്കെയിൽ ഓഫ് പേ പറയുന്നത്. ഏജ് ലിമിറ്റ് തന്നിട്ടുണ്ട് 19 തൊട്ട് 44 വയസ്സ് വരെയുമാണ്. അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. 2/1/1979 തൊട്ട് 1/1/2004 ഇടയ്ക്ക് വരുന്ന ആൾക്കാർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. ഇനി ലാസ്റ്റ് നടന്ന ജൂനിയർ ഇൻസ്ട്രക്ടറുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് പോസ്റ്റിൽ അപ്ലൈ ചെയ്ത ആൾക്കാരുമായിട്ട് അന്നത്തെ ഇക്വലൻ്റ് അല്ലെങ്കിൽ ഹയർ ക്വാളിഫിക്കേഷൻ കൊടുത്തിരുന്ന ഇതാണ് ഇവിടെ മെൻഷൻ ആയേക്കുന്നത്. അപ്പം പോളിടെക്നിക് ഡിപ്ലോമയാണ് ഒന്നാമത് അവിടെ കൊടുത്തിരുന്ന ക്വാളിഫിക്കേഷൻ. അത് വെച്ച് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ പറയുന്ന അന്നത്തെ ഇക്വലൻറ്റും അല്ലെങ്കിൽ ഹയർ ക്വാളിഫിക്കേഷൻ അക്സെപ്റ്റ് ചെയ്തിരുന്നത് ITI ITC ഡീസൽ മെക്കാനിക്ക്, BTech ഓട്ടോമൊബൈൽ, BTech മെക്കാനിക്കൽ, BTech ഇൻഡസ്ട്രിയൽ, BTech മെക്കാനിക്കൽ സ്ട്രീം ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, MTech ഓട്ടോമൊബൈൽ, MTech മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, MTech ഇൻഡസ്ട്രിയൽ, MTech ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എഞ്ചിൻസ് ആൻഡ് ടർബോ മെഷീനറി, അതുപോലെ MTech മെക്കാനിക്കൽ സ്ട്രീം ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്. അപ്പോൾ ഈ സ്ട്രീമിലുള്ള ആൾക്കാർക്കൊക്കെ ഇത്തവണ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം നിങ്ങളെല്ലാവരും ലാസ്റ്റ് ഡേറ്റ് അറിയാമല്ലോ. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് 31/1/2024 അതിന് മുമ്പ് എല്ലാവരും ഇത് അവരവരുടെ പ്രൊഫൈലിൽ കയറി അപ്ലൈ ചെയ്യുക. ഇനി ലാസ്റ്റ് എക്സാമിന് നടന്നപ്പോൾ അന്നത്തെ കട്ട് ഓഫ് മാർക്കും അന്നത്തെ അഡ്വൈസിൻ്റെ എണ്ണവും ഒക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അന്നത്തെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 570/2017 അതിൻ്റെ DOE എന്ന് പറയുന്നത് 9/6/2021 വന്നത്. ഓക്കെ, വന്ന സമയത്ത് കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് 56 ആയിരുന്നു. മാക്സിമം മാർക്ക് അന്ന് കിട്ടിയത് 65.33 ആണ്. ടോട്ടൽ അഡ്വൈസ് നടന്നത് 18 ആണ്. ഓക്കെ, ഇതുവരെ 18 അഡ്വൈസാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു അഡ്വൈസ് ഉള്ളതാണ്. അപ്പോൾ പറ്റുന്നവർ, ക്വാളിഫൈഡ് ആയിട്ടുള്ള എല്ലാവരും ഇതിൽ നിർബന്ധമായിട്ടും തന്നെ അപ്ലൈ ചെയ്യുക. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ സിലബസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഐഡിയ എങ്ങനെയാണെന്ന് നോക്കാം. നമുക്കൊരു പ്രോപ്പർ സിലബസ് ഇതിന് PSC ഇതുവരെയും പബ്ലിഷ് ചെയ്തിട്ടില്ല. അപ്പം ജൂനിയർ ഇൻസ്ട്രക്ടർ ഡീസൽ മെക്കാനിക് എന്ന് പറഞ്ഞ രീതിയിലൊരു സിലബസ് ഇല്ല. പക്ഷേ നമുക്ക് ട്രേഡ്സ്മാൻ ഡീസൽ മെക്കാനിക് എന്ന് പറഞ്ഞൊരു സിലബസ്, അതിൻ്റെയും ക്വാളിഫിക്കേഷൻ ITI ഒക്കെ വരുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു സിലബസ് PSC റീസെൻ്റായിട്ട് 2021 കാറ്റഗറി നമ്പർ വരുന്ന ഒരെണ്ണത്തിന് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ഏറെക്കുറെ ബന്ധമുള്ള ഒരു സിലബസ് തന്നെയാണ് ഇത്തവണയും ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഓരോ സിലബസിൽ ഓരോ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഒന്നാമത്തേന്ന് പറഞ്ഞാൽ ഒരു ട്രേഡ്സ്മാനിൽ പറഞ്ഞേക്കുന്നതാണ്. ഇപ്പം നമ്മൾ പറയുന്നത് ട്രേഡ്സ്മാനിലാണ്. ഓക്കെ, ഇപ്പോൾ ട്രേഡ്സ്മാൻ ഡീസൽ മെക്കാനിക്കിനകത്ത് ഹാൻഡ് ടൂൾസ് പറയുന്നുണ്ട്. അതിനകത്ത് വരുന്നത് മെഷറിങ്, മാർക്കിംഗ്, കട്ടിങ് ആൻഡ് ഓപ്പറേഷൻ ഓഫ് ടൂൾസ്, ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. അത് ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു സംഭവമാണ്. പല മാർക്കിംഗ് ടൂൾസിനെ കുറിച്ചും പല മെഷറിങ് ടൂൾസിനെ കുറിച്ചും ഒക്കെ ഉള്ളൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഇതാണ് ഹാൻഡ് ടൂൾസിനകത്ത് വരുന്നത്. അടുത്തതെന്ന് പറയുന്നത് പ്രിസിഷൻ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. ഓക്കെ, പ്രിസിഷൻ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഈ മൈക്രോമീറ്റർ, വെർനിയർ കാലിപ്പർ, അങ്ങനെയുള്ള കുറേ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. മെഷറിങ്ങുമായിട്ട് ബന്ധപ്പെട്ടും ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്സ്. അപ്പോൾ അതിനെക്കുറിച്ചാണ്
പ്രൊസിഷൻ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറഞ്ഞ മൊഡ്യൂളിനകത്ത് പറയുന്നത്. പിന്നെ വരുന്നത് ലോക്കിംഗ് ഡിവൈസസ് ആൻഡ് ഫാസ്റ്റനേഴ്സ്. ഓക്കെ, ത്രെഡ്, സ്ക്രൂവ്, അങ്ങനെയുള്ള ഫാസ്റ്റനേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ ലോക്കിംഗ് ഡിവൈസസിനെ കുറിച്ചൊക്കെയാണ് ഈ ഒരു മൊഡ്യൂളിനകത്ത് പറയുന്നത്. പിന്നെ നാലാമത് പറയുന്നത് ടാപ്പ് ആൻഡ് ഡൈസ് ആണ്. അപ്പോൾ ടാപ്പ്, ഡൈസ് അതുപോലുള്ള ഓപ്പറേഷൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ അഞ്ചാമത്തേന്ന് പറയുന്നത് ഹൈഡ്രോളിക്സ് ആൻഡ് ന്യൂമാറ്റിക്സ്. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് പല ടൈപ്പ് ജാക്സ്, അതുപോലെ പ്രഷർ ടൈപ്പ് കൺട്രോൾ വാൽവ്, ബ്രേക്സ്, അങ്ങനെയുള്ള പല കാര്യങ്ങളാണ് ഈ ഹൈഡ്രോളിക്സ് ആൻഡ് ന്യൂമാറ്റിക്സിനകത്ത് പറയുന്നത്. പിന്നെ കോർ ആയിട്ട് വരുന്ന ഓട്ടോമൊബൈൽ ഡീസൽ മെക്കാനിക്കുമായിട്ട് ബന്ധപ്പെട്ട കോർ വരുന്ന ഒരു ഇതാണ് മറൈൻ ആൻഡ് സ്റ്റേഷനറി എൻജിൻസ്. അതിൽ പല ടൈപ്പുള്ള മറൈൻ എൻജിൻസിനെ കുറിച്ചും അതിൻ്റെ വർക്കിങ്ങും ഒക്കെയാണ് അവിടെ പറയുന്നത്. അപ്പോൾ അതും ഇതിനകത്ത് പറയുന്നുണ്ട്. പിന്നെ ഓട്ടോമൊബൈൽ എൻജിൻ എന്ന് പറയുമ്പം സാധാരണ ഒരു വണ്ടിക്കകത്ത് ഉപയോഗിക്കുന്ന എൻജിനുകളെ കുറിച്ചാണ് പറയുന്നത്. അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, ടൈപ്സ്, ഓക്കെ, പല രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. പിന്നെ ഉള്ളത് കൺസ്ട്രക്ഷൻ ഓഫ് എൻജിൻ ആൻഡ് മെറ്റീരിയൽസ്. അപ്പോൾ എൻജിൻസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ്, അതിൽ ഓരോ പാർട്സും ഓരോ മെറ്റീരിയൽസൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ മെറ്റീരിയൽസിനെ കുറിച്ചും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് കൂടുതലായിട്ട് പറയുന്നത്. പിന്നെ ഓരോ പാർട്സുകളെ കുറിച്ചൊക്കെ ഉള്ള ഡീറ്റെയിൽഡ് കാര്യങ്ങളാണ് ഈ ഒരു മൊഡ്യൂളിനകത്തുള്ളത്. പിന്നുള്ളത് ഫ്യൂവൽ സിസ്റ്റം ആൻഡ് എമിഷൻ കൺട്രോൾ. അപ്പോൾ ഫ്യൂവൽ സിസ്റ്റത്തിനകത്ത് ഫുൾ ഫ്യൂവൽ സിസ്റ്റമാണ് പറയുന്നത്. ഡീസൽ ഫ്യൂവൽ സിസ്റ്റം, പെട്രോൾ ഫ്യൂവൽ സിസ്റ്റം, അങ്ങനെയുള്ള ഫ്യൂവൽ സിസ്റ്റംസ്, അതിൻ്റെ പല കമ്പോണൻസും കാര്യങ്ങളും. പിന്നെ ഇത് കൂടാതെ ഇൻടേക്ക് സിസ്റ്റം, അതായത് എയർ ഇൻടേക്ക് സിസ്റ്റത്തെക്കുറിച്ചാണ് പറയുന്നത്. പിന്നെ എമിഷൻ കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, പല ഭാരത് സ്റ്റേജുകളെക്കുറിച്ചും അങ്ങനെയുള്ള പല സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടത്. പിന്നെ എമിഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പല ഡിവൈസസിനെ കുറിച്ച്, കാറ്റലിറ്റിക് കൺവെർട്ടർ, അങ്ങനെയുള്ള ഡിവൈസസിനെ കുറിച്ചും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്ത് പറയുക. പിന്നെ വന്നേക്കുന്നത് ബേസിക് ഇലക്ട്രിസിറ്റി ആൻഡ് ബാറ്ററി. അപ്പോൾ ഇതിനകത്ത് ഇലക്ട്രിസിറ്റിയുടെ ഒരു ബേസിക്സ്, ഓംസ് ലോ, റെസിസ്റ്റൻസ്, അങ്ങനെയൊക്കെ പറഞ്ഞ കുറേ കാര്യങ്ങൾ. പിന്നെ ചാർജിങ് സിസ്റ്റം, ഒരു വണ്ടിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു സംഭവമാണ് ചാർജിങ് സിസ്റ്റം. അതുപോലെ സ്റ്റാർട്ടിങ് സിസ്റ്റം, വണ്ടി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ വേണ്ടിയ സ്റ്റാർട്ടിങ് സിസ്റ്റവും. അതുപോലെ തന്നെ ബാറ്ററി, ഇപ്പോൾ ബാറ്ററിയുടെ ലെഡ് ആസിഡ് ബാറ്ററി, അങ്ങനെ വരുന്ന പല ടൈപ്പ് ബാറ്ററി ടെസ്റ്റ് ചെയ്യുന്ന സാധനങ്ങൾ. ഓക്കെ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ഈ ഒരു ട്രേഡ്സ്മാൻ ഡീസൽ മെക്കാനിക്കിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് കൂടാതെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് ആഡ് ഓൺസ് ആയിട്ട് തന്നെ സിലബസിൽ പ്രതീക്ഷിക്കാം. സേഫ്റ്റി ആൻഡ് ഹെൽത്ത്. ഓക്കെ, നമ്മൾ ഒരു ഇൻഡസ്ട്രിയലുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ അവിടെ നമ്മൾ പാലിക്കേണ്ട കുറച്ച് സേഫ്റ്റി, അതുപോലെ തന്നെ കുറേ എക്യുപ്മെൻറ്റ്സിനെ കുറിച്ച്, സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട കുറേ എക്യുപ്മെൻറ്റ്സ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. പിന്നെ ഡ്രില്ലിംഗ് മെഷീൻ, ഓക്കെ, ഡ്രില്ലിംഗ് മെഷീനെ കുറിച്ച് പഠിക്കേണ്ടി വരും. പിന്നെ കൂളിംഗ് ആൻഡ് ലൂബ്രിക്കേഷൻ സിസ്റ്റം, കൂളിംഗ് സിസ്റ്റവും ലൂബ്രിക്കേഷൻ സിസ്റ്റവും നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. ഇത് കൂടാതെ നമ്മൾ ഇൻടേക്ക് സിസ്റ്റം പഠിച്ചു, അപ്പം തന്നെ എക്സോസ്റ്റ് സിസ്റ്റവും ഇതിൻ്റെ അകത്ത് പഠിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ജൂനിയർ ഇൻസ്ട്രക്ടർ ഡീസൽ മെക്കാനിക്കുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കേണ്ടതായിട്ട് വരും. ട്രേഡ്സ്മാൻ്റെ കൂടെ തന്നെ ട്രേഡ്സ്മാൻ്റെ സിലബസ് ഞാൻ ആദ്യം പറഞ്ഞു. അപ്പോൾ ആ ഒരു സിലബസുമായിട്ട് ഒരു അഡീഷണൽ ആയിട്ട് വരുന്ന ഇത്രയും കാര്യങ്ങളൂടെ നമ്മളൊന്ന് പഠിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വെബിനാർ നിങ്ങൾക്ക് വേണ്ടി ഏണസ്റ്റ് അക്കാഡമി നടത്തുന്നുണ്ട്. അപ്പം അതൊരു ഫ്രീ വെബിനാറാണ്. അതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും വേഗം തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒരു ഫോമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ കയറി രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം അതെല്ലാവരും തന്നെ രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഇൻഡെപ്തായിട്ട് നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു കോഴ്സ് നമ്മൾ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ക്വയറീസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഈ ഗൂഗിൾ ഫോമിൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് സംസാരിക്കുന്നതാണ്. അപ്പോൾ അഡ്മിഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതും ഇതിനകത്ത് തന്നെ നമുക്ക് കൊടുത്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ഗുഡ് ബൈ.